നമസ്കാരം. സാക്ഷരതാ മിഷൻ്റെ +1 തുല്യതാ ക്ലാസ്സിൻ്റെ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലെല്ലാം ഹിന്ദി ക്ലാസ്സാണ്. അപ്പോൾ ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക് ഈ സാധനം കയ്യിൽ കാണും എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ വാട്സാപ്പിൽ കിട്ടുമ്പോഴും ഈ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. എഴുതാനും വായിക്കാനും നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചാലും മതി. അപ്പോൾ ഈ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തുകയാണ്. കഥ, കവിത തുടങ്ങിയ ഹിന്ദി സാഹിത്യത്തിലെ വിവിധ മേഖലകൾ പരിചയപ്പെട്ട് ആസ്വദിക്കുന്നതിനോടൊപ്പം പ്രായോഗിക ജീവിതത്തിൽ ഹിന്ദി ഭാഷ ഉപയോഗിക്കാനും നമുക്കാകണം. തെറ്റുകൂടാതെ സംസാരിക്കാനും വായിക്കാനും എഴുതാനും കഴിയുന്നതിലൂടെ ഹിന്ദിയെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയണം. പഠിതാക്കൾ ഈ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന പാഠഭാഗങ്ങൾ നിർബന്ധമായും വായിക്കുകയും അതിലൂടെ സംശയങ്ങൾ ഉണ്ടാവുകയും സംശയ നിവാരണം നടത്തുകയും എല്ലാം ചെയ്യണം. ആദ്യത്തെ ഒരു പാഠം എന്ന് പറയുന്നത് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, 9 പാഠങ്ങളാണുള്ളത്. ഇപ്പം തന്നെ നമ്മൾ ക്ലാസ് ലേറ്റായി. ഇതിപ്പോൾ സെപ്റ്റംബർ ആയി. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സ്പീഡിൽ ക്ലാസ്സിൽ പോകാം. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് വളരെ നല്ല ടെക്സ്റ്റ് ബുക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആൻസേഴ്സ് അടക്കം അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ വായിക്കാൻ അറിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പ്രയോജനപ്പെടുകയുള്ളൂ. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിനെക്കാട്ടിലും ഉപരി 10ാം ക്ലാസ്സിൽ ഒരു ടീച്ചറിൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിൽ 11ലും 12ലും ഒരു ടീച്ചറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഒരു സെൽഫ് ലേണിംഗ് മെറ്റീരിയലാണ് ഈ പുസ്തകം എന്ന് നിസ്സംശയം പറയാൻ പറ്റും. നമുക്ക് ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ഏക് തിൻക, ഒരു കവിതയാണ്. അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരി ഔധാണ് ഇതിൻ്റെ കവി. അപ്പം ഞാൻ പറയുന്നത് ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എൻ്റെ മുന്നിൽ നിങ്ങളുണ്ട് എന്നുള്ള ധാരണയിലാണ് ഞാൻ കുറച്ച് സ്പീഡിലാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നത് 1-2 പ്രാവശ്യം ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും, കേൾക്കാനും പറ്റും. പേജ് നമ്പർ വന്നിട്ട് ഇതിൻ്റെ ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് 1ാമത്തെ പാഠം എന്ന് പറയുന്നത് ഏക് തിൻക. അതിന് മുൻപ് ഒരു ചെറിയൊരു എന്താ പറയുക സ്റ്റാർട്ടിങ് എന്നല്ലെങ്കിൽ ഒരു ഓപ്പണിങ്ങിന് വേണ്ടി ഒരു പാഠം കൊടുത്തിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് വരില്ല. പരീക്ഷയ്ക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പിന്നീട് പറയാം. ലഘുദാസെ പ്രഭുദാ മിലേ, പ്രഭുദാസ് തേ പ്രഭു ദൂരി, ചീന്തിയിലെ ശക്കർ ചലി, ഹാത്തി കെ സിർ ധൂരി. പ്രയാസമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. പക്ഷെ ആശയം മാത്രം ഒന്ന് മനസ്സിലാക്കി പോവാം. നമുക്ക് പാഠത്തിലോട്ട് പോവാം. വിനയ് സെ ആദർ മിൽത്താ ഹൈ, വിനയം കൊണ്ട് മാത്രമേ നമുക്ക് ആദരവ് ലഭിക്കുകയുള്ളൂ. അഹങ്കാർ സെ പ്രഭു ദൂർ ഹോ ജാത്തെ ഹൈ, അഹങ്കാരം എന്നുള്ളൊരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പ്രഭു ദൂർ ഹോ ജാത്തെ ഹൈ, ഈശ്വരൻ ദൂരെ നമ്മളിൽ നിന്നും അകന്നു പോകുന്നു. ചീന്തി ചോട്ടെ ഹൈ, എറുമ്പെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉറുമ്പെന്ന് പറയുന്നത് വളരെ ചെറിയൊരു സാധനമാണ്. ലേക്കിൻ വിനയ് കെ സാത്ത് ചലത്തി ഹൈ, വിനയത്തോടു കൂടിയാണ് ഓരോ ഉറുമ്പുകളും യാത്ര ചെയ്യുന്നത്. ഉറുമ്പിന്റെ ജീവിതം ഒന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം. ഇസിലിയെ ശർക്കര ലേക്കർ ചത്തി, എപ്പോഴും ഉറുമ്പിന്റെ താമസം മധുരത്തോടു കൂടിയാണ്, ശർക്കരയോടുകൂടി, പഞ്ചസാരയോടുകൂടി, മധുര പലഹാരങ്ങളുടെ കൂടിയാണ് അതിന്റെ സഹവാസം. എത്ര നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും വീട്ടിൽ ഏത് സ്ഥലത്ത് വെച്ചാലും ഈ ഉറുമ്പ് ഈ മധുര പലഹാരങ്ങളെ കണ്ടെത്തും. നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സന്ദേശമാണ് ഉറുമ്പിന്റെ ജീവിതം. എരിവ് തൊടുകയില്ല. എരിവ് എന്നുള്ള സാധനം എവിടെ വെച്ചാലും അതിന് വേണ്ട, മധുരപലഹാരം മാത്രം മതി. അതിന്റെ സംസർഗം എന്ന് പറയുന്നത് മധുരവുമായിട്ട് മാത്രമാണ്. എത്ര കഠിനാധ്വാനം ചെയ്താണ് ഒരു ഉറുമ്പ് ഈ മധുരം തൻ്റെ ആഹാരം സൂക്ഷിക്കുന്നത്, അല്ലേ? തണുപ്പ് കാലത്ത് ഇത് കൂട്ടിനകത്ത് കയറിയിരിക്കുന്നു, ഭക്ഷണം ചൂടുകാലത്ത് നിന്ന് ഭക്ഷണം കരുതിയിരിക്കുന്നു. എത്ര കരുതൽ നേരത്തെ ചെയ്യുന്നു, എത്ര ഒരേ ലൈനിൽ തന്നെ നടക്കുന്നു ഡിസിപ്ലിനായിട്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ ഉറുമ്പിന്റെ ജീവിതം? ഒരു ലൈൻ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിറ്റി, അല്ലേ, അതെല്ലാം അവിടെ തിരിച്ചു പറഞ്ഞ് അതെല്ലാം അവിടെ തിരിഞ്ഞു പോകണു, അപകടം മണത്തിട്ട് തൻ്റെ സഹയാത്രികരോട് അത് അറിയിക്കുന്നു എന്ന് വേണ്ട. ഒരു ഉറുമ്പിനെ കുറിച്ച് നമുക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം ഉറുമ്പിന്റെ കൂട്ടിൽ കാലുകൊണ്ട് വെച്ചാൽ അല്ലെങ്കിൽ കൈ കൊണ്ടിട്ട് നിസറിന്റെ കൂട്ടിൽ കൈ കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അറ്റാക്കി. ഐക്യം. ഉറുമ്പിൽ നിന്നും പഠിക്കേണ്ടതാണ് ഈ ഐക്യവും സാഹോദര്യവും അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അതിനുവേണ്ടിയാണ് ഈ അഹങ്കാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നേരെ മറിച്ച് ആനയെ നോക്കാം.
എന്താണ് ആനയെ കുറിച്ച് പറയുന്നത്? ഹാത്തി ബഡാ ഹെ, ഏറ്റവും കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ഘമണ്ട് കെ സാത്ത് ചലത്ത, അതിന്റെ അഹങ്കാരം ആനയ്ക്ക് എപ്പോഴും ഉണ്ട്. ഇസിലി ഉസ്കെ സിർ പർ ധൂൾ രഹത്തി ഹെ, അതുകൊണ്ടാണ് അതിന്റെ തലയിൽ എപ്പോഴും ആനയുടെ ചങ്ങാത്തം എന്തുമായിട്ട് മാത്രം? മണ്ണുമായിട്ടും പൊടിയുമായിട്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ ആന വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആനയുടെ സംസർഗം കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊണ്ട് മാറ്റി നിർത്തിയാൽ ഉടനെ മണ്ണെടുത്ത് തലയിലിടും. അപ്പൊ അതിന്റെ ഇഷ്ടം അതാണ്. അത് अहंकार का चिन्ह है. कभी कहते हैं कि वो तो अहंकार का चिन्ह है, लेकिन चींटी से हम समझना चाहिए कि चींटी एक साथ जीवन बिताने के कारण एकजुट होकर एकता के साथ जीवन बिताता है. कल के संबंध में जीवन आज ही तैयार करता है, कल के लिए आज ही भोजन तैयार करता है. इसलिए चींटी का जीवन हमारे लिए विनय सिखाता है, പഠാता है. സച്ച് ഹൈ അഹങ്കാർ ബുരി ബാത് ഹൈ, അഹങ്കാരം എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. യഹ് മാനവകോ ശോഭ നഹീ ദേതാ, ഇത് മനുഷ്യന് ഒരിക്കലും ശോഭ നൽകുന്നതല്ല, ചേരുന്നതല്ല. പഠിത്തേ ഹൈ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗധ് की एक कविता एक दिन का. നമുക്ക് അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗധ് എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്തനായ ഖടി ബോലി ഹിന്ദിയിലെ കവിയായ അദ്ദേഹത്തിന്റെ ഒരു കവിത നമുക്ക് പഠിക്കാം. കവിതയുടെ പേരാണ് ഏക് തിൻക. ഏക് തിൻക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏക് തിൻക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനകത്ത് എല്ലാ അർത്ഥവും കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് വായിക്കണം. എൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് വായിക്കണം, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. തിൻക എന്ന് പറഞ്ഞാൽ ധൂൽ, പൊടി എന്നാണ് അർത്ഥം. ഒരു പുൽക്കൊടിയും തിൻകയാണ് അല്ലെ. നമ്മളൊരു പുല്ലിന്റെ അറ്റം എടുത്തിട്ടേ ഈ അറ്റ ഭാഗം നമ്മുടെ കണ്ണിൽ കൊണ്ടല്ല എങ്ങനെയിരിക്കും? വൈക്കോൽ തുമ്പ്, കച്ചിത്തുമ്പ്, പുല്ലിന്റെ തുമ്പ്. രാത്രി സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ രാത്രിയിൽ ഹെൽമെറ്റോ ഇല്ലെങ്കിൽ കണ്ണാടിയോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ഒരു പൊടി ശകലം കയറിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവും? തീർന്നില്ലേ മനുഷ്യന്റെ അഹങ്കാരം അല്ലെ? ഇന്നത്തെ പരിതസ്ഥിതിയിൽ വളരെ അനുയോജ്യമായ ഒരു പാഠമാണ് ഏക് തിൻക. കാരണം കൊറോണ എന്ന് പറയുന്ന വൈറസ് നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത സാധനം, നമ്മൾ അതിനെ പേടിച്ച് വീട്ടിനകത്ത് തന്നെ കയറിയിരിക്കുകയാണ്. കൊറോണ വൈറസ് കാരണം മനുഷ്യന്റെ അഹങ്കാരം അല്ലെ, ഇതുവരെ മനുഷ്യൻ ജീവിച്ചിരുന്ന ജീവിത രീതിയിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമായി. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പാഠത്തിൽ നിന്നൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തിരി സ്പീഡിലായിരിക്കും പോവുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏക് തിൻക मैं घमंडों में भरा आइंठा हुआ, एक दिन जब था मुंडेरे पर खड़ा, आ अचानक दूर से उड़ता हुआ, एक तिनका आंख में मेरी पड़ा, मैं छिचक उठा हुआ बेचैन सा, लाल होकर आंख भी दुखने लगी, मूठ देने लोग कपड़े की लगे, आइंठ बेचारी दबे पावों थकी, जब किसी ठब से निकल तिनका गया, तब समझने यूं मुझे ताने दिए, ऐंठता तो किस लिए इतना रहा, एक तिनका है बहुत तेरे लिए. ഇത് 3 പാരഗ്രാഫ്, ആകെ 12 ലൈൻ അടങ്ങിയ കവിത തീർന്നു. ഇത്രേ ഉള്ളൂ വായിച്ചു. പക്ഷെ അർത്ഥം എന്ന് പറയുന്നത് 12 വരിയുടെ ഒന്നുമല്ല, 12 പേജ് എഴുതിയാലും തീരത്തില്ല. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ആസ്വാദന ടിപ്പണിയാണ് വരിക. 10ാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ടു കാണും ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ ഇതിനകത്തെ ചോദ്യങ്ങളുടെ ഉത്തരം അനുവർത്തി കാര്യം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കവിതയുടെ സാരാംശം കൊടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓടിച്ചു നോക്കുക. കവി പരിചയമുണ്ട്, പ്രൊഫൈൽ ചോദിക്കും, പ്രൊഫൈൽ തന്നിട്ട് ഒരു പാരഗ്രാഫായിട്ട് എഴുതാൻ ചോദിക്കും. അപ്പോൾ അതെല്ലാം ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് ഞാൻ അതുകൊണ്ടാണ് സ്വയം പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് +1 ഹിന്ദി ടെക്സ്റ്റ്. പാഠത്തിലോട്ട് പോവാം. मैं घमंडों से भरा ऐंठा हुआ, घमंड എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ऐंठा हुआ गर्व करना, ഞാനാണ് ഞാനാണ് എല്ലാം ഞാനാണ്. मैं घमंडों से भरा ऐंठा हुआ था, ഞാൻ എന്ന് പറയുന്ന വ്യക്തി അഹങ്കാരം കൊണ്ട് നിറഞ്ഞ് घमंडों से भरा ऐंठा हुआ गर्व करता था, ഈ ലോകത്ത് ഞാനില്ലെങ്കിൽ ഒരു ചുക്കും നടക്കത്തില്ല, ഞാനാണ് അതിന് കാരണം, ഞാൻ കാരണമാണത് നടന്നത്. ഈ ഞാൻ എന്നുള്ളൊരു ഭാവം നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ ഞാൻ എന്ന ഭാവം. അത് ആദ്യമേ നുള്ളിക്കളയുക.
एक दिन जब था मुंडेर पर खड़ा, एक दिन जब मैं मुंडेर पर खड़ा था. ഖമണ്ടി കഹാൻ ഖടാ था? അഹങ്കാരിയായ വ്യക്തി എവിടെയാ നിന്നിരുന്നത്? മുണ്ടേർ പർ. മുണ്ടേർ എന്ന് പറഞ്ഞാൽ പാരപ്പറ്റ്, വീട്ടിന്റെ മുകൾ ഭാഗം, ടെറസിന്റെ സൈഡിൽ കെട്ടത്തില്ലേ പാരപ്പറ്റ്. അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. അപ്പം ഏക് ദിൻ ജബ് മേ മുണ്ടേർ പർ ഖടാ ഥാ, ഘമണ്ടി ഏക് ദിൻ പാരപ്പറ്റ് പർ ഖടാ ഥാ. ആ അചാനക് ദൂർ സേ ഉഡ്താ ഹുവ, പെട്ടെന്ന് ദൂരെ നിന്നും ഒരു സാധനം പറന്നു വന്നു. एक दिन का आंख में मेरी पड़ा, एक दिन का मेरी आंख में पड़ा, ഒരു പൊടി ശകലം എന്റെ കണ്ണിൽ വന്ന് പെട്ടു. എങ്ങനെയുണ്ടാവും? ഈ പഠിക്കുന്ന പഠിതാക്കൾക്കെല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു സന്ദർഭം നേരിട്ടിട്ടുണ്ടാവും. ഞാൻ നേരിട്ടിട്ടുണ്ട്. എത്ര കഷ്ടമാണ് ഒരു പൊടി കണ്ണിൽ വീണാൽ, അല്ലെ? ഒരു നിസാര പൊടി. ആ അചാനക് ദൂർ സേ ഉദേ, എവിടെ നിന്നോ പറന്ന ഒരു പൊടി ശകലം എന്റെ കണ്ണിൽ വന്ന് വീണു. एक दिन का आंख में मेरी पड़ा, ഒരു പൊടിശകലം എന്റെ കണ്ണിൽ വന്ന് പെട്ടു. मैं छिचक उठा, नेक्स्ट पैराग्राफ फर्स्ट लाइन, मैं छिचक उठा. छिचक उठना माने छिचकना टू बी अफ्रेड ऑफ, പേടിച്ചു പോയി, ഞാൻ വളരെ പേടിച്ചു പോയി. हुआ बेचैन सा, मैं बेचैन सा हुआ, എന്റെ സ്വസ്ഥത പോയി, ഒരു ദിവസം പോയി ഒരു കണ്ണിൽ ഒരു പൊടി വന്ന് വീഴാൻ, അല്ലേ? बेचैन सा लाल होकर आंख भी दुखने लगी. ഞാനിങ്ങനെ അസ്വസ്ഥതയോടെ ഇരിക്കുകയായിരുന്നു. കണ്ണ് മുഴുവൻ ഇങ്ങനെ തിരുമി കണ്ണ് മുഴുവൻ നല്ല റെഡ് കളറായി. ലാൽ രംഗ് മാനെ റെഡ്, ചുവന്ന കളറുള്ളതായി. ആങ്ക് ബി ദുഃഖിനെ, കണ്ണിങ്ങനെ വേദന എടുക്കാൻ തുടങ്ങി. മുണ്ട് ദേനെ ലോക് കപ്പടേ കീ ലഗേ, മുണ്ട് ദേനെ ലോക്, ഞാൻ അശാന്തനായിരിക്കുന്ന കണ്ടപ്പോ കപ്പടേ കോ ലേക്കർ മുണ്ട് ദേനെ ലഗേ. മുണ്ട് ദേനെ ലഗാ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു ഈ തുണിയുടെ ഒരു ശകലം വെച്ച് അങ്ങ് തുടയ്ക്കാൻ പറഞ്ഞു. മുണ്ട് ദേന, തുടയ്ക്കുക. വസ്ത്രാഗ്സെ ധൂൽ നിക്കാലന, തുണിയുടെ അറ്റം കൊണ്ട് ധൂൽ കോ നിക്കാലനെ के लिए कह दिया. आइंद बेचारी दबे पावों भागी, ആയിണ്ട് ബേച്ചാരി ദബേ പാവും, ദബേ പാവം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട്, ഭാഗി ഭഗി, ഭാഗിയല്ല ഭഗി. പാവ് എന്ന് പറഞ്ഞാൽ ദബേ പാവ്, ദബിന അറിഞ്ഞുകൊണ്ട്. ഇപ്പൊ കള്ളൻ ദബേ പാവ് ആക്കർ, അല്ലെ? एक चोर दबे पाव आकर जानबूझकर चोरी करने लगे, അതാണ് അതിന്റെ അർത്ഥം. तो क्या हुआ यहाँ? കപ്പടേ കെ ലേകെ ആയിണ്ട് ബേച്ചാരി ദബേ പാവോ ഭാഗി. അങ്ങനെ തുണിയുടെ അഗ്രം കൊണ്ട് എന്റെ കണ്ണിലെ പൊടിയെന്ന് ഞാൻ തൂത്തു തുടച്ചെടുത്ത് കളഞ്ഞു. ആൾക്കാരുടെ ഉപദേശം കേട്ടിട്ട്. ഘമണ്ഡിക്ക് ആങ്കുമേ ക്യാ ആകിര, ഘമണ്ഡിക്ക് ആങ്കുമേ एक तिनका आकर गिरा. इनी आइंड बेचारी दबे पाव पे, आग में तिनका पड़ने के बाद घमंडी की क्या दशा हुई? കണ്ണില് പൊടി വന്നു വീണതിന് ശേഷം അഹങ്കാരിയുടെ മനസ്സിൽ എന്തുണ്ടായ അവസ്ഥ? അശാന്ത് പോകുക, അസ്വസ്ഥ പോകുക, ശരിക്കും ഞെരുവിലി കൊള്ളുകയാണ്, വേദന കൊണ്ട് കുളഞ്ഞു. ഖമണ്ഡിക്ക് ആംഗ് സേ തിൻകാ നികാലനെ के लिए लोगों ने क्या किया? ഈ അഹങ്കാരിയുടെ കണ്ണിൽ നിന്നും പൊടി മാറ്റാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്തു? വസ്ത്രാഗ്രസി, ഏതോ ഒരു അക്കോറത്തിന്റെ കഷ്ണമോ ഏതെങ്കിലും വസ്ത്രത്തിന്റെ അറ്റം കൊണ്ട് കണ്ണിൽ ഇങ്ങനെ തുടച്ച് മാറ്റി. जब किसी ठब से निकल तिनका गया, ठब, ठब എന്ന് പറഞ്ഞാൽ യുക്തി. എങ്ങനെയൊക്കെയോ എന്റെ കണ്ണിൽ നിന്ന് ഈ പൊടിശകലം തുടച്ചു മാറ്റപ്പെട്ടപ്പോൾ, എടുത്തു മാറ്റിയപ്പോ, തബ് സമച്ചിനെ, അവിടെ സമച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം ബുദ്ധി, എന്റെ ബുദ്ധി. യോ മുझे താനേ ദിയേ, താനാധീനമെന്ന ഉപഹാസിക്കുക, എന്റെ ബുദ്ധി എന്നെ പരിഹസിച്ചു, എന്റെ അറിവ് എന്നെ പരിഹസിച്ചു, എന്നെ നോക്കി ചിരിച്ചു. എന്ത്? ആയിണ്ട് താത്തും കിസ്ലിയേ ഇത്തനാ റഹ, ആയിണ്ട് താത്തും കിത്തനാ കിസ്ലിയേ റഹ, ഏക് തിൻകാ ഹേ ബഹുത് തേരേ ലിയേ. ഇവിടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? एक दिन यहां पर आंख लाल होकर इसी प्रकार आने पर
घमंडी की आंख से इसी प्रकार करने के कारण आइंड धातु इसलिए इतना रहा, आइंड धातु इसलिए इतना रहा, मानो तो प्रगति की सीढ़ी पर चल रहा है. മനുഷ്യൻ ഇന്ന് ഉയർച്ചയുടെ പടവുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. अपने इस विकास पर वह घमंड करता है. മനുഷ്യൻ തന്നെ ഈ അഹങ്കരിക്കുകയാണ്. അല്ല, ഞാനിങ്ങ് അങ്ങെത്തി, വിമാനം കണ്ടുപിടിച്ചു, റോക്കറ്റിലൂടെ ചന്ദ്രനിൽ കാലുകുത്തി എന്നൊക്കെ അഭിമാനിക്കുമ്പോഴും, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കൊറോണ വൈറസ് വന്നപ്പോൾ മനുഷ്യന്റെ പ്രഗതിയും സയൻസും എല്ലാം എവിടെ പോയി? തീർച്ചയൊക്കെ അല്ലേ? കണ്ണിൽ പോലും കാണാത്ത നിസാര സാധനത്തിനെ നമ്മൾ ഇന്ന് എത്രത്തോളം പേടിക്കുന്നു. लेकिन उसकी सारी घमंड को दूर करने के लिए एक दिन का ही पर्याप्त है. അവന്റെ എല്ലാ അഹങ്കാരവും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കളയാൻ കേവലം ഒരു പൊടി ധാരാളം മതി എന്നാണ് ആ സെൻസി കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. അതിൻ്റെ തൂക്കിൽ എന്തിനാണ് നീ ഇത്ര കാലം അഹങ്കരിച്ചത് മനുഷ്യ? അഹങ്കാരത്തെ ദൂർ करने के लिए, നിന്റെ അഹങ്കാരം മാറ്റുവാനായി ഒരു പൊടിശകലം തന്നെ ധാരാളം മതി. ठीक है, ഇത്രയേ ഉള്ളൂ ആ പാഠം. ഇനി കവിതയുടെ സാരാംശം ഒന്ന് വായിക്കാം. നിങ്ങൾ നോട്ടിൽ എഴുതണം. കവിതയുടെ സാരാംശം പേജ് നമ്പർ 12 കിടപ്പുണ്ട്. एक आदमी, ഒരു മനുഷ്യൻ, वह घमंडों में भरा गर्व कर रहा था. അഹങ്കാരം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യൻ അഹങ്കാരത്തിൽ ഭ്രമത്തിൽ ഇങ്ങനെ അഭിമാനിക്കുകയാണ്. एक दिन वह मुंडेर पर खड़ा था. ഒരു ദിവസം അവൻ വീട്ടിലെ പാരപ്പറ്റിൽ നിൽക്കുകയാണ്. अचानक एक तिनका दूर से उड़ता हुआ उनकी आंखों में पड़ गया. പെട്ടെന്ന് എവിടെ നിന്നും ഒരു പൊടിശകലം പറന്നു വന്ന് തന്റെ കണ്ണിൽ വീണു. वो बेचैन हो गया. വളരെയധികം അസ്വസ്ഥനായി. उसके आंखें दुखने लगी, കണ്ണിന് വേദന എടുക്കാൻ തുടങ്ങി. लोग कपड़े की मूठ देने लगे. ആൾക്കാര് തുണിയുടെ വസ്ത്രാഗ്രം കൊണ്ടെടുക്കാൻ ഉള്ള ഉപദേശം കൊടുത്തു. उसका सारा अहंकार चला गया. എല്ലാ അഹങ്കാരവും പോയി. आखिर किसी तरह तिनका निकल गया. എങ്ങനെയോ ആ തിൻക निकल गया. എങ്ങനെയോ അത് കണ്ണിൽ നിന്ന് പൊടി പോയി. उसे मालूम हुआ कि आइंठना उचित नहीं है. അപ്പോൾ മനസ്സിലായി, അഹങ്കരിക്കുക എന്ന് പറയുന്നത്, ജീവിതത്തിൽ അഹങ്കരിക്കുക എന്ന് പറയുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ ഈ പാഠം. ഓക്കെ, ഇത് തന്നെ പഠിക്കണം. കവിതയുടെ സാരാംശം ലിഖിക്കുന്നുണ്ട്, സാരാംശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഖമണ്ടി കഹാം ഖടാദ ചോദ്യം, അതിൻ്റെ ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട്. ഖമണ്ടി അതിൻ്റെ ഉത്തരം എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പേജ് നമ്പർ 14 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഖമണ്ടി മുണ്ടേർ पर खड़ा था. അടുത്ത ചോദ്യം वह क्या कर रहा था, അതിന്റെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. वह घमंडी से भरा आइंड कर रहा था. इनी घमंडी की आंख में क्या आ गिरा? घमंडी की आंख में एक तिनका आ गिरा. 4 घमंडी का तिनका पड़ने के बाद घमंडी की क्या दशा हुई? आंख में तिनका पड़ने पर घमंडी छिचक उठा, वह बेचैन हो गया, उसकी आंख लाल होकर दुखने लगी. 5 घमंडी की आंख से तिनका निकालने के लिए लोगों ने क्या किया? 5 घमंडी की आंख से तिनका निकालने के लिए लोग कपड़े की मूठ देने लगे. ശ്രദ്ധിക്കുക, ഞാനായിട്ട് തരുന്ന ആൻസർ അല്ല. പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പേജ് നമ്പർ 14 ആൻസേഴ്സ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം, നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അത് കഴിയുമ്പോൾ അടുത്ത ചോദ്യം കവിതാക്ക സാരാംശ ലിഖിയെ. ആ സാരാംശം എവിടെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? പേജ് നമ്പർ 12 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുതുക. ഇത്രയേ ഉള്ളൂ. പിന്നെ വിശ്ലേഷണാത്മക വാചൻ. ഈ കവിത ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. നിങ്ങൾ കവിത ആശയം മനസ്സിലാക്കിയല്ലോ. ഇനി നോക്കാം, വിശ്ലേഷണം ചെയ്യാം. കവിത में किस घटना की चर्चा हुई है? ഈ കവിതയിൽ എന്തിനെ കുറിച്ചാണ് ചർച്ച നടന്നിരിക്കുന്നത്? അഹങ്കാരത്തിനെ കുറിച്ചാണ്. इस घटना में किसका संदेश मिलता है? अहंकार को दूर करने का संदेश मिलता है. അഹങ്കാരം മാറ്റാനുള്ള സന്ദേശമാണ് ലഭിക്കുന്നത്. आइंदता तू किस लिए इतना रहा, एक दिन का बहुत तेरे लिए. यहाँ कवि किस पर व्यंग्य करता है. ഇവിടെ എന്താണ് കവി കളിയാക്കുന്നത്? ഇവിടെ കവി കളിയാക്കുന്നത് എന്താണ്? മാനവ പ്രഗതി की सीढ़ी पर चल रहा है. അതിന്റെ ഉത്തരം പേജ് നമ്പർ 15 കിടപ്പാണ്. മനുഷ്യൻ ഉയർച്ചയുടെ പടവുകളിൽ, വികാസത്തിന്റെ പടവുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ഈ വികാസത്തിൽ അവൻ അഹങ്കരിക്കുന്നു. लेकिन उसकी इसी घमंड को दूर करने के लिए एक दिन का ही पर्याप्त. അവന്റെ അഹങ്കാരം തീർക്കാൻ ഒരു പൊടിശകലം തന്നെ ധാരാളം മതി. ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ നോട്ടിൽ എഴുതണം, ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പത്രലേഖനം ഒരു ആസ്വാദന ടിപ്പണിയാണ്. മനസ്സിലായോ? പത്രലേഖനം ആസ്വാദൻ ടിപ്പണി. അത് ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് അയച്ചു തരാം. ഇന്ന് തന്നെ അയച്ചു തരാം. നിങ്ങളിത് ക്ലാസ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന അഭിപ്രായം എന്നെ അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട്
പത്രലേഖനം, പിന്നെ ആസ്വാദന ടിപ്പണി നോട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അതോടുകൂടി ഈ പാഠം തീരുകയാണ്. അത് കഴിയുമ്പോൾ കവി പരിചയ് എന്ന് പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്, പേജ് നമ്പർ 15. അത് പ്രൊഫൈലാണ്. ആ പ്രൊഫൈൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ജീവചരിത്രം. ജീവചരിത്രം കൊടുത്തിട്ടുണ്ട്. खड़ी बोली हिंदी के एक प्रथम महाकथाकार है, काव्यकार है अयोध्या सिंह उपाध्याय हरियाउत, उसका उपनाम है। उनका जन्म आजमगढ़ जिले के निजामाबाद में सन 1865 में हुआ। मिडिल परीक्षा पास करके वे अध्यापक रहे। बाद में सरकारी नौकरी की। उन्होंने ब्रजभाषा, खड़ी बोली दोनों में काव्य रचना की है। वे द्विवेद युग के प्रतिनिधि कवि माने जाते हैं। प्रिय प्रवास और वैदेही वनवास नामक 2 महाकाव्यों के अलावा चौके चौबदे और चुपते चौबदे उनकी प्रमुख रचनाएं हैं। इनमें प्रिय प्रवास खड़ी बोली का प्रथम महाकाव्य माना जाता है. ഇത് കവിയെക്കുറിച്ചുള്ള പരിചയങ്ങളാണ്. അത് പ്രൊഫൈലിൽ തന്നിട്ടുണ്ടാവും. അത് നോക്കി നിങ്ങൾ സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മാത്രം മതിയാവും. നോക്കാം, എത്രയും പെട്ടെന്ന് ക്ലാസ് നമുക്ക് നേരിട്ടെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ധന്യവാദം. താങ്ക് യു.